സുപ്രീം കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള DY ചന്ദ്രചൂഡ് നമുക്കറിയാം. സുഡാപ്പികൾക്കും കമ്മികൾക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു ജഡ്ജിയാണ് DY ചന്ദ്രചൂഡ്. എപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിധികളിൽ പ്രശസ്തനായിരുന്നു DY ചന്ദ്രചൂഡ്. അതിനൊരു അപവാദമായി DY ചന്ദ്രചൂഡ് പുറപ്പെടുവിച്ച വിധിയാണ് അയോധ്യ രാമജന്മഭൂമി കേസിലെ വിധി എന്ന് പറയുന്നത്. അപ്പോൾ DY ചന്ദ്രചൂഡ് ഈ കമ്മികൾക്കും സുഡാപ്പികൾക്കും അനഭിമിതനായി മാറി എന്നും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും DY ചന്ദ്രചൂഡ് ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. അതായത് സുപ്രീം കോടതിയുടെ മുൻ ജസ്റ്റിസ് എന്ന നിലയിൽ DY ചന്ദ്രചൂഡിനെതിരായ പരാതി നടപടികൾക്കായി പേഴ്സണൽ കാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരിക്കുകയാണ് നിയമ മന്ത്രാലയം എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. DY ചന്ദ്രചൂഡിനെതിരെ ഒരു വലിയ പരാതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആ പരാതി കൊടുത്തത് ആരാണ്? മുൻ പാറ്റ്ന ഹൈക്കോടതി ജഡ്ജിയാണ് DY ചന്ദ്രചൂഡിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സാമൂഹിക പ്രവർത്തക ടീസ്റ്റ സെതൽവാദിന് ജാമ്യം നൽകിയതിൽ വഴിവിട്ട ഇടപെടൽ ഉണ്ടായെന്നാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഈ പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പാറ്റ്ന ഹൈക്കോടതി മുൻ ജഡ്ജി രാകേഷ് കുമാറാണ് പരാതിക്കാരൻ. നവംബറിൽ നൽകിയ പരാതിയിലാണ് തുടർ നടപടി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാറ്റ്ന ഹൈക്കോടതി ജഡ്ജിയായിരിക്കുകയും ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി വിരമിക്കുകയും ചെയ്തയാളാണ് ജസ്റ്റിസ് രാകേഷ് കുമാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ജഗദീപ് ധൻകർ ഈ ജഡ്ജിമാരെ കുറിച്ചുള്ള അന്വേഷണം അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡൽഹിയിൽ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജിയുടെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ നോട്ടുകൾ കിട്ടിയതിന്റെ അന്വേഷണം എന്തായി എന്ന് ജഗദീപ് ധൻകർ സുപ്രീം കോടതിയോട് ചോദിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഉപരാഷ്ട്രപതി അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ജഡ്ജിയുടെ കേസ് അത് നിങ്ങൾ തന്നെയാണ് അന്വേഷിക്കുന്നത്, ഭരണഘടനാപരമായിട്ടല്ല അന്വേഷിക്കുന്നത്. നിങ്ങൾ രൂപീകരിച്ച സമിതി അത് ജുഡീഷ്യറിക്ക് വിധേയമാണോ, അത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് രൂപീകരിച്ചിരിക്കുന്നത്, ഒന്നും പൊതുജനങ്ങൾക്ക് അറിയാനും സാധിക്കുന്നില്ല. എന്തിനു പറയുന്നു, സാധാരണ നേതാക്കൾക്ക്, ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കോ പ്രധാനമന്ത്രിക്കോ ഇവിടെയുള്ള ആഭ്യന്തരമന്ത്രിക്കോ പോലും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ല എന്ന രീതിയിലായിരുന്നു കൃത്യമായി ജഗദീപ് ധൻകർ ചൂണ്ടിക്കാണിച്ചത്. ജഡ്ജിമാർക്ക് ഈ നിയമത്തിൽ സുരക്ഷാ കവചമുണ്ടോ അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയുണ്ടോ, ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജഡ്ജിമാർക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ എന്ന രീതിയിലാണ് ജഗദീപ് ധൻകർ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത്. അതിന് സുപ്രീം കോടതിക്ക് മറുപടിയും ഇല്ലായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. ഈ സാഹചര്യത്തിലാണ് മുൻ ജഡ്ജിയായിട്ടുള്ള ഈ DY ചന്ദ്രചൂഡിനെതിരെയുള്ള കേസ് അത് ഇപ്പോൾ വന്ന കേസല്ല എന്നുള്ളത് നമ്മൾ സുപ്രധാനമായിട്ട് ആലോചിക്കണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കേസാണ് എന്നുള്ളതാണ്. മുൻ ചീഫ് ജസ്റ്റിസിന്റെ അനുചിതമായിട്ടുള്ള പെരുമാറ്റം, ഔദ്യോഗിക ദുരുപയോഗം എന്നിവയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് 2024 നവംബർ 8-നാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മുൻപാകെ ഈ പരാതി പോയിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വേനൽക്കാല അവധിക്കാലത്ത് ആക്ടിവിസ്റ്റ് ടീസ്റ്റ സെതൽവാദിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനായി 2 പ്രത്യേക ബെഞ്ചുകളുടെ രൂപീകരണത്തിൽ DY ചന്ദ്രചൂഡിനെ പങ്കിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ CBIക്ക് അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ അഭിസംബോധന ചെയ്ത പരാതിയിൽ ജസ്റ്റിസ് കുമാർ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം നേരിടുന്ന ഒരു പ്രതിക്ക് അനാവശ്യമായ ആനുകൂല്യം നൽകാനുള്ള ഉദ്ദേശത്തോടെയുള്ള അധികാര ദുർവിനിയോഗമാണ് ഈ നടപടികളെന്ന് ജസ്റ്റിസ് കുമാർ തന്റെ പരാതിയിൽ കൃത്യമായി പറയുന്നു. എന്തായാലും ഇപ്പോൾ ഈ പരാതിയാണ് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.